നമസ്കാരം. തിരുവനന്തപുരം വാർത്തകളിലേക്ക് സ്വാഗതം. സ്വകാര്യ മേഖലയിൽ നിന്ന് ഉദ്യോഗസ്ഥരെ ലാറ്ററൽ എൻട്രി വഴി നിയമിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. UPSCക്ക് പകരം RSS വഴി ജീവനക്കാരെ നിയമിക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇത് ഭരണഘടനയ്ക്കു നേരെയുള്ള അതിക്രമമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഉന്നത ഉദ്യോഗസ്ഥരടക്കം രാജ്യത്തെ പ്രധാന പദവികളിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യമില്ലെന്ന് താൻ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതിന് പരിഹാരമുണ്ടാക്കേണ്ടതിന് പകരം ലാറ്ററൽ എൻട്രി വഴി പിന്നോക്കക്കാരെ ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ അകറ്റുകയാണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ഡോക്ടർ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട RG കാർ മെഡിക്കൽ കോളേജ് പരിസരത്ത് 7 ദിവസത്തേക്ക് പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. മെഡിക്കൽ കോളേജിന് സമീപത്ത് ധർണയോ റാലിയോ പാടില്ലെന്ന് കൊൽക്കത്ത പോലീസ് അറിയിച്ചു. ആശുപത്രിയിലെ PG ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിനെ തുടർന്ന് ആശുപത്രിക്ക് സമീപം നടന്ന പ്രതിഷേധങ്ങൾ അക്രമാസക്തമായിരുന്നു. ആശുപത്രിക്ക് നേരെയും ആക്രമണം ഉണ്ടായി. ആശുപത്രിക്ക് സമീപം പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിലാണ് മെഡിക്കൽ കോളേജ് പരിസരത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇനി കണ്ടെത്താനുള്ളത് 119 പേരെയെന്ന് ഔദ്യോഗിക കണക്കുകൾ. DNA ബലം കിട്ടിയതോടെയാണ് കാണാതായവരെ സംബന്ധിച്ച കണക്കുകളിൽ വ്യക്തത വന്നിരിക്കുന്നത്. സർക്കാർ കണക്കുകൾ പ്രകാരം കാണാതായവരുടെ പട്ടികയിൽ നേരത്തെ 128 പേരാണ് ഉണ്ടായിരുന്നത്. ഓട്ടോറിക്ഷകൾക്ക് സ്റ്റേറ്റ് പെർമിറ്റ് അനുവദിക്കാനുള്ള സംസ്ഥാന സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം കടുക്കുന്നു. സർക്കാർ തീരുമാനം വൻകിട കോർപ്പറേറ്റുകളെ സഹായിക്കാനാണെന്നാണ് പ്രധാന ആരോപണം. ഓട്ടോറിക്ഷകൾക്ക് സ്റ്റേറ്റ് പെർമിറ്റ് അനുവദിക്കുന്നതോടെ യൂബർ, ഓലെ, റാപ്പിഡോ പോലുള്ള വൻകിട കമ്പനികൾ യഥേഷ്ടം നിരത്തുകളിൽ ഇറങ്ങുമെന്നും ഇത് പരമ്പരാഗത ഓട്ടോ തൊഴിലാളികളുടെ വയറ്റത്തടിക്കുമെന്നുമാണ് സംഘടനകൾ വാദിക്കുന്നത്. പലിശ സംഘത്തിന്റെ മർദ്ദനമേറ്റ് KSRTC കണ്ടക്ടർ മരിച്ചു. പാലക്കാട് കുഴൽമന്ദം സ്വദേശി K മനോജാണ് മരിച്ചത്. പലിശക്കാരുടെ മർദ്ദനമേറ്റ് തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. മർദ്ദനമേറ്റ് 9 ദിവസമായി മനോജ് ചികിത്സയിലായിരുന്നു. ജസ്ന ജെയിംസിന്റെ തിരോധാനത്തിൽ പ്രതികരണവുമായി മുണ്ടക്കയത്തെ ലോഡ്ജ് ഉടമ ബിജു സേവ്യർ. കാണാതാവുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ജസ്നയോട് സാമ്യമുള്ള പെൺകുട്ടിയെ മുണ്ടക്കയത്തെ ലോഡ്ജിൽ കണ്ടിരുന്നുവെന്ന് ലോഡ്ജിലെ മുൻ ജീവനക്കാരി ഒരു സ്വകാര്യ ചാനലിനോട് വെളിപ്പെടുത്തിയിരുന്നു. ലോഡ്ജ് ജീവനക്കാരിക്കെതിരെ പലവിധ കേസുകൾ ഉണ്ടെന്നും അതിന്റെ പ്രതികാരമായാണ് ജസ്നയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളുമെന്നാണ് ബിജു പറയുന്നു. ജാതി പേര് വിളിച്ചെന്ന് പറഞ്ഞ് ഉടമയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം കേസ് കൊടുത്തിരുന്നു. അത് ജാമ്യമില്ലാ കേസാണ്. അത് പിൻവലിക്കണമെങ്കിൽ 5 ലക്ഷം രൂപയും വീടും നൽകണമെന്ന് പറഞ്ഞു. ഒരു വിവരാവകാശ പ്രവർത്തകനാണ് ഇതിന് പിന്നിൽ. അതിന്റെ വൈരാഗ്യമാണ് വെളിപ്പെടുത്തലിന് പിന്നിൽ എന്ന് ഉടമ ബിജു പറയുന്നു. ഗാനഗന്ധർവൻ യേശുദാസ് 4 വർഷത്തിന് ശേഷം വീണ്ടും സംഗീത വേദികളിലെത്തുന്നു. അദ്ദേഹത്തിന്റെ കൂടി നേതൃത്വത്തിൽ ആരംഭിച്ച സൂര്യ ഫെസ്റ്റിവലിലാകും ആദ്യ സംഗീത കച്ചേരി. കോവിഡ് കാലത്തെ തുടർന്ന് കഴിഞ്ഞ 4 വർഷമായി US ആണ് KJ യേശുദാസ്. ചെന്നൈയിലെ മാർഗഴി ഫെസ്റ്റ് ഉൾപ്പെടെ പതിവായ സംഗീത വേദികളിലെല്ലാം വീണ്ടും പാടാൻ ലക്ഷ്യമിട്ടാണ് എത്തുന്നത്. സൂര്യ ഫെസ്റ്റ് ആരംഭിക്കുന്ന ഒക്ടോബർ 1 യേശുദാസിന്റെ കച്ചേരിയെന്ന് സൂര്യ കൃഷ്ണമൂർത്തി അറിയിച്ചു. പ്രമുഖ ഗായിക P സുശീലയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൃക്ക സംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സ തേടിയതായാണ് സൂചന. ചെന്നൈ ആൾവാർപേട്ടിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ സുശീല ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ തുടരുകയാണ്. 89-കാരിയായ അവരുടെ ആരോഗ്യസ്ഥിതി നിലവിൽ തൃപ്തികരമാണെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചത്. ശബരിമല സന്നിധാനത്തെ ഭസ്മക്കുളം നിലവിൽ സ്ഥലത്തുനിന്ന് മാറ്റി സ്ഥാപിക്കാൻ തീരുമാനമായതായി റിപ്പോർട്ട്. ഇപ്പോഴത്തെ സ്ഥലത്ത് ശുചിത്വമില്ലെന്ന് കണ്ടതോടെയാണ് ദേവസ്വം ബോർഡിന്റെ നടപടിയെന്നാണ് പുറത്തുവരുന്ന വിവരം. അതേസമയം പുതിയ ഭസ്മക്കുളത്തിന്റെ സ്ഥാനനിർണയം ഇന്ന് നടക്കും. വലിയ നടപ്പന്തലിന് കിഴക്ക് ശബരി ഗസ്റ്റ് ഹൗസിന് സമീപത്തേക്ക് ഭസ്മക്കുളം മാറ്റാനാണ് ആലോചന.
തീർത്ഥാടകർക്കും പൂജാരിമാർക്കും സന്നിധാനത്തുള്ള സ്നാനഘട്ടമാണ് ഭസ്മക്കുളം. ക്ഷേത്രാചാരവുമായി ചേർന്ന് നിൽക്കുന്ന ഭസ്മവാഹിനിയായ കുളം പക്ഷേ അശുദ്ധമെന്ന വിമർശനം ശക്തമായതോടെയാണ് പുതിയൊരു ഇടത്തേക്ക് മാറ്റാനുള്ള തീരുമാനം ഉണ്ടായത്. സ്വർണ്ണക്കടത്ത് സംഘത്തിലെ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിലെ 5 പ്രതികൾ കീഴടങ്ങി. വലിയതുറ സ്വദേശികളായ ഹക്കീം, സായിദ്, മാഹിൻ, നിഷാദ്, ഷഫീഖ് എന്നിവരാണ് വഞ്ചിയൂർ സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. ഇവരെ നാളെ കോടതിയിൽ ഹാജരാക്കും. തമിഴ്നാട് സ്വദേശി ഉമറിനെയാണ് സംഘം തട്ടിക്കൊണ്ടുപോയത്. പിന്നീട് ഇയാളെ വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. വിദേശത്തു നിന്നും കടത്തിക്കൊണ്ടുവന്ന സ്വർണം വാങ്ങാനെത്തിയ ഇവർ ഉമറിന്റെ കയ്യിൽ സ്വർണമില്ലെന്നു കണ്ടാണ് ഉപേക്ഷിച്ചത്. ഉമറിന് കൈമാറാനായി കാരിയർ കൊണ്ടുവന്ന സ്വർണം കസ്റ്റംസ് പിടികൂടിയിരുന്നു. വിതുരയിൽ 15 വയസ്സുകാരിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. വിതുര ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ആൽമജയെയാണ് വീടിനകത്തെ മുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രി 10ഓടെയായിരുന്നു സംഭവം. സ്കൂളിൽ പോകാത്തതിന് മാതാവ് വഴക്കു പറഞ്ഞതിൽ പ്രകോപിതയായാണ് കുട്ടി കടുംകൈ ചെയ്തതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കഴിഞ്ഞ 5 ദിവസമായി ആൽമജ സ്കൂളിൽ പോയിരുന്നില്ല. വെറ്റില നുള്ളുന്നതിനിടയിൽ വെറ്റിലക്കൊടിയിൽ നിന്നും വീണ് വിദ്യാർത്ഥി മരിച്ചു. കിളിമാനൂർ അടയമൺ കേളന്റെ മൂല കുന്നുവിള വീട്ടിൽ ബിജു അനിത ദമ്പതികളുടെ മകൻ ബിജീഷ് ആണ് മരിച്ചത്. ഇന്ന് രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. തുടർന്ന് കിളിമാനൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. AIYF നേതാവ് ഷാഹിനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. ഷാഹിനയുടെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. AIYF പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു ഷാഹിന. കഴിഞ്ഞ മാസമാണ് ഷാഹിനയെ മണ്ണാർക്കാട്ടെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിന് പിന്നാലെ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് യുവതിയുടെ ഭർത്താവടക്കം രംഗത്തെത്തിയിരുന്നു. തിരുവനന്തപുരം ചെമ്പഴന്തി SN കോളേജിൽ അധ്യാപകനെ ആക്രമിച്ച 4 വിദ്യാർത്ഥികൾക്കെതിരെ അച്ചടക്ക നടപടി. 4 പേർ യാത്ര ചെയ്ത ബൈക്ക് കോളേജ് വളപ്പിൽ കയറ്റിയത് വിലക്കിയതിനാണ് അധ്യാപകനായ ബിജുവിനെ വിദ്യാർത്ഥികൾ കയ്യേറ്റം ചെയ്തത്. വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യാൻ കോളേജ് കൗൺസിൽ യോഗം തീരുമാനിച്ചു. നാളെ ഉത്തരവിറങ്ങും. 7 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.